ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ 2 ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ടില്ലേ. കുറച്ച് തിരക്കുകളുണ്ടായിരുന്നു. വീഡിയോ എടുത്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എഡിറ്റ് ചെയ്യാനുള്ള ഒരു സമയക്കുറവ് കാരണം കൊണ്ടായിരുന്നു കേട്ടോ വീഡിയോ ഇടാതിരുന്നത്. അപ്പോൾ രാവിലെ തന്നെ ചായയൊക്കെ വെച്ചിട്ടുണ്ട്. മക്കൾ മദ്രസയ്ക്ക് പോകുന്നതിന് മുമ്പ് എണീറ്റ് ചായയൊക്കെ വെച്ച് കുട്ടികൾക്ക് കുളിക്കാനുള്ള വെള്ളമൊക്കെ ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബൂസ്റ്റ് ഇട്ടിട്ടാണ് ഇന്ന് ചായ ഉണ്ടാക്കിയത്. അപ്പോൾ അമ്യൂസ് അതിനൊക്കെ തോണ്ടിയെടുക്കുകയാണ്, അങ്ങനെ കഴിക്കാൻ നിൽക്കുകയാണ്. അങ്ങനത്തെ ചായയൊക്കെ റെഡിയായി. അപ്പോൾ ബൂസ്റ്റ് ഇട്ടിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്യണമായിരുന്നു, പക്ഷെ ഞാനതൊന്നും അങ്ങനെ വിട്ടുപോയി. അമ്യൂസെടുത്ത് വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട്. പിന്നെ നല്ല തിരക്കുള്ള സമയമാണ്. ഈ രാവിലെയൊക്കെ എണീറ്റിട്ട് വീഡിയോ ഒക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. വീഡിയോ എടുക്കൽ പിന്നെ എഡിറ്റ് ചെയ്യൽ തീരെ സമയമില്ല. ഇതൊക്കെ എപ്പോഴാണ് ചെയ്യുന്നതെന്നാണ് എല്ലാവരും എന്നോട് ചോദിക്കുന്നത്. ഇതിനൊക്കെ എവിടെ നിന്നാണ് സമയമെന്ന്. കാരണം ഞാനൊരു 9 മണിക്കൊക്കെ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ച് മക്കളെ ട്യൂഷൻ കഴിഞ്ഞിട്ടൊക്കെ വിളിച്ചിട്ട് വരുമ്പോൾ 6 മണിയാകും. വന്നു കഴിഞ്ഞിട്ടാണ് പിന്നെ നിസ്കാരം, കുട്ടികളെ പഠിപ്പിക്കൽ. ട്യൂഷനിൽ പഠിച്ചാലും കുറച്ചും കൂടിയൊക്കെ പഠിക്കാനുണ്ടാകുമല്ലോ. അപ്പോൾ അതിനിടയിൽ കൂടിയാണ് ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത് കേട്ടോ, എഡിറ്റൊക്കെ ചെയ്യുന്നത്. പിന്നെ രാവിലെ എണീറ്റ് തീ കത്തിച്ചപ്പോൾ തീക്ക് കത്താൻ ഭയങ്കര മടി. മഴയൊക്കെ ആയിട്ടാണ് തോന്നുന്നു. വിറക് ഉണങ്ങിയിട്ടുണ്ടെങ്കിലും തീ അങ്ങനെ കത്തുന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഊതിക്കൊണ്ടിരിക്കുന്നുണ്ട്. തീ കത്താതിരുന്നാൽ തന്നെ നമ്മുടെ അന്നത്തെ പണികൾ മൊത്തം പെൻഡിങ് ആവില്ലേ. അപ്പോൾ കുട്ടികളിലേക്ക് മദ്രസയ്ക്ക് അയച്ചിട്ട് ഞാൻ ചോറ്റിനൊക്കെ അരിയിട്ടിട്ട് പിന്നെ ചായ കുടിക്കുകയാണ്. ചായ കുടിക്കുമ്പോൾ ഇത്തിരി സമാധാനത്തോടുകൂടി ഇരുന്നിട്ട് ചായ കുടിക്കണം എനിക്ക്. പിന്നെ വെള്ളക്കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് കറി വെക്കണം. ഉരുളക്കിഴങ്ങ് വറുക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് വറുക്കാൻ വെച്ചതിൻ്റെ ഒപ്പം തന്നെ കറിയും കൂടി ഞാൻ താളിച്ച് വെച്ചു. പിന്നെ രാവിലത്തേക്ക് പൂരി ഉണ്ടാക്കാമെന്ന് വെച്ചു കഴിക്കാനായിട്ട്. ഉമ്മമാർക്ക് രാവിലെ എണീച്ചിട്ടുണ്ടെങ്കിൽ കാലിൽ ചക്രം കിട്ടിയ പോലെ ഒരു ഓട്ടം ആയിരിക്കും അല്ലേ, പ്രത്യേകിച്ച് പുറത്ത് ജോലിക്കും കൂടി പോണവർക്ക്. എന്നാലും അത് കുറച്ച് ദിവസം ചെയ്യുമ്പോൾ അതങ്ങനെ ശീലമായിക്കോളും. ഒരു 9 മണി, ഒരു 8:45 ആകുമ്പോഴത്തേനും എൻ്റെ എല്ലാ പണികളും തീർത്ത് വെക്കാറുണ്ട് ഞാൻ മാക്സിമം. അപ്പോൾ വാഴയ്ക്കയും കടലയും കൂടിയിട്ടായിരുന്നു കറി വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ പൂരി ചുട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേനും കുട്ടികൾ വന്നു. അപ്പോൾ കറിക്ക് ഞാൻ തേങ്ങ അരച്ച് കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തലേന്നത്തെ മുട്ടക്കറി ഉണ്ടായിരുന്നു. അപ്പോൾ മക്കൾ പറഞ്ഞു മുട്ടക്കറി മതിയെന്ന്. അപ്പോൾ രാവിലെ ഒരു 5:45 ആകുമ്പോൾ എണിച്ച് കുളിച്ച് റെഡിയായിട്ടൊക്കെയാണ് കേട്ടോ മക്കൾ മദ്രസയിലേക്ക് പോവുക. കാരണം ചിലപ്പോൾ വൈകിട്ടുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ബസ് വരാൻ നേരവും, സ്കൂൾ ബസ് വരാൻ സമയമാകും. പിന്നെ കുട്ടികൾക്ക് കഴിക്കാനുള്ള സമയം കിട്ടില്ല. അപ്പോൾ ഞാനത് കാരണം കൊണ്ട് രാവിലെ തന്നെ കുളിപ്പിച്ചിട്ടൊക്കെയാണ് വിടുക. പിന്നെ വന്നിട്ടാണ് മുടി കെട്ടി കൊടുക്കലും കൺമഷിയും ഒക്കെ ഇട്ട് കൊടുക്കലൊക്കെ. അങ്ങനെ കുട്ടികൾക്കുള്ള വെള്ളം, പിന്നെ ഉരുളക്കിഴങ്ങ് വറുത്തത്, പ്ലേറ്റ്. സ്കൂളിൽ ചോറ് കിട്ടും, അപ്പോൾ പിന്നെ പ്ലേറ്റ് കറിയൊക്കെ അവിടെ കിട്ടുന്നുണ്ട്, എന്നാലും മക്കൾ കൊണ്ടുപോകണം. പിന്നെ സ്നാക്സ് അങ്ങനെയൊക്കെ റെഡിയാക്കി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.